മെഡിക്കൽ കോഡിംഗ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ്. അതെ അതെ, എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയിലാണ് പറയുന്നതെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ്, അതായത് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മളൊരു ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് മെഡിക്കൽ കോഡിംഗ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രേക്ഷകൻ ഞാൻ മനസ്സിൽ കാണുകയാണ്, ഞാനും ഡോക്ടറെ കാണാൻ പോകുന്നു, ഒരു തവണ കണ്ടു, 2 തവണ കണ്ടു, 3-ാം തവണ ചെല്ലുമ്പോഴാണ് അദ്ദേഹം നേഴ്സിനോട് പറയുന്നത് ആ ഫയൽ എടുത്തുകൊണ്ട് വരൂ, എവിടെയോ പോയി തപ്പിപ്പിടിച്ചൊരു ഫയൽ കൊണ്ടുവരും, അല്ല അതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്നും വേണ്ട, സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ജാതകം മുഴുവൻ അതിലുണ്ട്. അതാണോ മെഡിക്കൽ കോഡിംഗ്? അതെ സർ. ഓക്കെ, അത് നമ്മുടെ നാട്ടിലാണോ അതോ വിദേശത്താണോ, എവിടെയാണത്? ഇത് ഇന്ത്യയിൽ ശരിക്കും ഇതൊരു ഔട്ട്സോഴ്സിങ് ജോബാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ IT സെക്ടേഴ്സിലാണ്. ഓക്കെ, ഇത് അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എവിടെയാണ്? യൂറോപ്പിലാണോ, അമേരിക്ക, എവിടെയാണ്? ഇത് നമുക്ക് US ബേസ്ഡ് ഫയൽസ് ഉണ്ട്, UK ഉണ്ട്, കാനഡയുണ്ട്, നമുക്ക് UAE ഉണ്ട്. അപ്പോൾ ഈ കമ്പനികൾ, അപ്പോൾ ഈ കോഡിംഗ് പഠിച്ച കുട്ടികൾ ഇവർ നേരെ ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, അവർ ബാക്കെൻഡായി പ്രവർത്തിക്കുന്നു, അമേരിക്കയിലിരിക്കുന്ന ഡോക്ടർ. അപ്പോൾ അദ്ദേഹം പേഷ്യൻറ്റിനെ അപ്പം തന്നെ എഴുതുകയാണ്, ഇന്ന മരുന്ന് ഇതെല്ലാം ഇവിടെ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ. അതെ അതെ, ഇതൊരു ആൽഫ ന്യൂമറിക് കോഡാണ്. ആൽഫ ന്യൂമറിക് കോഡാണ്. അതെ അതെ, ഓക്കെ, അതാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. അതെ.